ഏപ്രിൽ 14 വിഷു ആഘോഷങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു. നമ്മളെല്ലാവരും നന്നായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ചു. ഇപ്പൊ 149 സ്നേഹസംഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 150 അടുത്ത ആഴ്ച നടക്കുന്നത്. ഏറ്റവും വിപുലമായി തന്നെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണിക്കൊന്ന പൂ പോലെ വർണ്ണശബളമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും. പുതിയ പുതിയ ലക്ഷ്യത്തോടെയുള്ള ഓരോ പ്രവർത്തനങ്ങളും നമ്മൾക്ക് പുതിയ പുതിയ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് 149 സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾക്കും എന്റെ പ്രിയ കൂട്ടുകാർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം പറയുകയാണ്. എല്ലാ ആഘോഷങ്ങളും പ്രധാനമായി പറയുന്നത് പരസ്പര സ്നേഹം തന്നെയാണ്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ? ദൈവികമായ ചൈതന്യത്തോടെ നമ്മുടെ ഈ സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി ശ്രീ സജി കാഞ്ചിയാർ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. നിത്യവും കൂടെയിരിക്കും സത്യത്തിൻ ആത്മാവ് നീയേ. നിത്യവും കൂടെയിരിക്കും സത്യത്തിൻ ആത്മാവ് നീയേ. എന്നിൽ നിറഞ്ഞ് എന്നും വസിക്കാൻ ഉന്നതദാനമേവാ. എന്നിൽ നിറഞ്ഞ് എന്നും വസിക്കാൻ ഉന്നതദാനമേവാ. ദൈവത്തിൻ വാഗ്ദാനമാ പാവനാത്മാവേ വരൂ, ആശ്വാസദായകനേ ആമോദമേകാൻ വരൂ. അതിമനോഹരമായ പ്രാർത്ഥനാ ഗാനം ആലപിച്ച സജിക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി സ്വാഗതം പറയുക എന്നതാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പറയുന്നതിന് വേണ്ടി കുമാരി റോസ്ലി MD ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 149 സ്നേഹ സംഗമത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ഡയറക്ടറുമായ റവർ ഫാദർ സോളമൻ കടബാട്ട് പറമ്പിൽ CMI അച്ഛനെ ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ റവർ ഫാദർ അലക്സാണ്ടർ കൂരിക്കാട്ടിൽ CMIF സ്നേഹാശ്രമം വെട്ടുകാട് അച്ഛനെ ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി എത്തുന്ന ശിവഗിരി ആശ്രമം വർക്കല തിരുവനന്തപുരം സ്വാമി ചന്ദ്രനന്ദ സാറിനെ ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസ പറയാൻ എത്തിയിരിക്കുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ, ക്ഷീരകർഷകൻ, ഫോട്ടോഗ്രാഫർ ശ്രീ മിഷോ കർഷൻ സാറിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരിയെയും സെക്രട്ടറി കുമാരി സിനി സെബാസ്റ്റിനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദർശന ക്ലബിന്റെ PRO പിയൂസ് കോട്ടപ്പുറം, കൺവീനർ ലില്യാറ്റുതറയെയും ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹ സംഗമം ഭംഗിയായി അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുമാരി ലീന MJയെയും
ലീന എം ജെ നാട്ടികയെയും പ്രാർത്ഥന ഗാനം ഭംഗിയായി ആലപിച്ച റെജി കാജിയാറിനെയും ഞാൻ ഈ സ്നേഹ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഈ ദർശന ക്ലബിന്റെ കൺവീനറായ ജോസേട്ടനെയും റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടിച്ചേട്ടനെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഈ സ്നേഹ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സ്നേഹത്തോടെ റോസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്തു. നന്ദി. അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനും വേണ്ടി ദർശനയുടെ എല്ലാമായ ശ്രീ ജോസേട്ടൻ കൊരട്ടി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇന്ന് അറിയിപ്പെന്ന് പറഞ്ഞാൽ ശശി പൊതുരുത്തി വെഡിങ് ആനിവേഴ്സറി, മാഗി സൈമൺ ജന്മദിനം. മറ്റൊരു കാര്യമാണത്, മെയ് മാസം നടക്കുന്ന മോട്ടിവേഷൻ ടോക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പരമാവധി എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. നമ്മുടെ പരിപാടിയാണ്, മറ്റാരും വരുന്നതല്ല. അടുത്ത ആഴ്ച 150ാം എപ്പിസോഡാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒത്തൊരുമയോടെയുള്ള ഈ സഹകരണമാണ് നമ്മൾ ഈ 150 എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ 150 അടുത്ത ആഴ്ചത്തെ പരിപാടിയിൽ ഒരുപാട് പേരെ കൂട്ടിയിട്ട് വേണം നമുക്കെല്ലാം എത്തിച്ചേർക്കാൻ. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇടുന്ന നോട്ടീസ്, ഇപ്പൊ ഇതിന്റെ നോട്ടീസ് ആയാലും അത് സ്റ്റാറ്റസിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. നമുക്ക് പറ്റിയില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടും. അങ്ങനെ അറിയിപ്പ് അവസാനിക്കുന്നു. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ജനുവരി മാസം രജിസ്റ്റർ ചെയ്തു. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിതി 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിതി 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിതി ചിങ്കാരിമേള ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതിക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതർക്കും ചലന പരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർത്തിയുമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാൻ കലാ, കായിക, വിദ്യാഭ്യാസ മേഖല ശ്രദ്ധ പതിപ്പിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികൾ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞവരുമായിട്ടുള്ള 436 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏദൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏദൻ ഗ്രൂപ്പ്. മക്കളില്ലാത്തതിന്റെ വിഷമം മൂലം വേദനകൾ അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ടുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുമെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിന് വേണ്ട ധ്യാനങ്ങൾ, ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അത്ലറ്റ് മീറ്റും വീൽചെയർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു.
ദർശനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്ന സുമനസ്സുകളായ വ്യക്തികളെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിലൂടെ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റുകൾ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുൻനിരയുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയപ്പെട്ടവരെ, 13/4/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 148ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. അവതരണം കുമാരി ലിജി അങ്കമാലി. പ്രാർത്ഥന ശ്രീ പീറ്റർ ശരത്ത്. സ്വാഗതം കുമാരി ട്രീസ മുള്ളൂർക്കര. റിപ്പോർട്ട് അവതരിപ്പിച്ചത് ലീന MJ നാട്ടിക. തുടർന്ന് അധ്യക്ഷ പ്രസംഗമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സ്നേഹസംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും സ്വാഗതം. ഈദുൽ ഫിത്തറിന്റെ ആശംസകൾ ആദ്യമേ നേരിടുന്നു. ഓരോ തിരുനാളും ആഘോഷങ്ങളും മറ്റുള്ളവരിലേക്കും ദൈവത്തിലേക്കും അടുപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവന് അവരെ സ്നേഹിക്കാൻ സാധിക്കും. നാം മറ്റുള്ളവർക്ക് കരുണയോടെ നന്മ ചെയ്യുക. എല്ലാ മതങ്ങളും ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു. മനുഷ്യൻ സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും നീന്തൽ ജേതാവിനും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തത് കൊട്ടി സെന്റ് മേരീസ് ഫോറനപ്പള്ളി വികാരി അസിസ്റ്റന്റ് വികാരി റവറൻഡ് ഫാദർ ജോമി പെരിയപ്പാടൻ അച്ഛനായിരുന്നു. യോഗ അധ്യക്ഷനായി സോളമനച്ച, മുഖ്യാതിഥി മുഹമ്മദ് റഫി, വിശിഷ്ടാതിഥി അൽഹാജ്, മറ്റുള്ളവരെ. ആദ്യമായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് കണ്ണമ്പുഴ ജോസട്ടം വഴിയാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. ജാതി മത ഭേദമന്യേ എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഹജീവികൾക്ക് നന്മ ചെയ്യുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് അമല മെഡിക്കൽ കോളേജിലെ എന്റമോളജിസ്റ്റ് ശ്രീ മുഹമ്മദ് റഫി അവർകളാണ്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളെ പറ്റിയും പരത്തുന്ന രീതിയും മാർഗവും അതിനെ നിർമ്മാർജ്ജനം ചെയ്തതിനെ പറ്റിയുമുള്ള വളരെ വിശദമായി പറഞ്ഞു തന്നു. എന്നെ വിളിച്ചതിനും നന്ദി പറയുന്നു. നിർത്തുന്നു. വിശിഷ്ടാതിഥിയായി വന്നത് കണിയാപുരം അൽഹാജ് ബദറുദ്ദീൻ മൗലബി AM, ഉലമ ചെയർമാൻ ജമാഅത്ത് കൗൺസിൽ അവർകളാണ്. എന്റെ പ്രിയങ്കരനായ സഹോദരന്മാരെ, ഞാൻ കണിയാപുരം ബദറുദ്ദീൻ മൗലബിയാണ്. കേരളത്തിലെ മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാണ്. എല്ലാ ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു തരുന്നു. ഈ മീറ്റിംഗിൽ എനിക്ക് അവസരം തന്നതിന് നന്ദി പറഞ്ഞ് എന്റെ വാക്കുകൾ വിരാമം വിടുന്നു. ഈ ആഴ്ച ജന്മദിനം ആഘോഷിച്ചവർ ലില്ലി ആറ്റത്തറ, റെജി സേവിയർ, മറിയാമ്മ ഇവർക്ക് എല്ലാവരും ആശംസകൾ നേർന്നു. അവർ നന്ദിയും കടപ്പാടും അറിയിച്ചു. PRO PS കോട്ടപുരം വന്നവർക്കെല്ലാം നന്ദി പറഞ്ഞു. ഈ റിപ്പോർട്ട് യോഗ സമക്ഷം അംഗീകാരത്തിനായി റിപ്പോർട്ട് പാസ്സാക്കല്ലേ? അടുത്തത് ഉദ്ഘാടന കർമ്മമാണ്. ഇന്ന് ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അലക്സാണ്ടർ കുരിക്കാട്ടിൽ CMF അച്ഛനാണ്. സ്നേഹാശ്രമം വെട്ടുകാട്. ഈ സ്നേഹാശ്രമം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുണ്യമായ ഒരു സ്ഥലമാണ്. അത് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാല്, ജയിൽ ജീവിതം അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ ആർക്കും വേണ്ടാതെ, ആരും സ്വീകരിക്കാതെ ഇരിക്കുന്ന ഒരു പറ്റം മക്കളുടെ അപ്പനായിട്ടാണ് ഈ അച്ഛൻ നിലകൊള്ളുന്നത്. ക്ഷമ, സ്നേഹം, കരുണ ഹൃദയത്തിലുള്ളവർക്ക് മാത്രമാണ് ഇവരൊക്കെ ചേർത്ത് പിടിക്കാൻ സാധിക്കുള്ളൂ. അത് വേണ്ടുവോളമുള്ള ഈ അച്ഛനെ നമ്മോട് കൂടെ കുറച്ചു സമയം ചെലവിടാൻ എത്തിയിരിക്കുന്നത്. അപ്പോ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്റെ പേര് ജീന പരിചയപ്പെടുത്തിയതുപോലെ ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, നാട് തൊടുപുഴ. ഞാനൊരു വൈദികനായിട്ട് 41 വർഷമായി. ഈ 41 വർഷത്തെ ഓട്ടത്തിന്റെ ഇടയിൽ കണ്ടുമുട്ടിയ കുറെ ജീവിതങ്ങളുണ്ട്. അതില് ആദ്യം കണ്ടുമുട്ടിയതാണ് ജയിൽ സഹോദരങ്ങളുടെ ജീവിതം. അതിനുശേഷം നട്ടല് ഒടിഞ്ഞു കിടക്കുന്ന അങ്ങനെ ആ ഒരു വിഭാഗത്തെ കണ്ടത് ഏറ്റവും അവസാനമാണ്. ഇതിന്റെ ഇടയിൽ വാടക ഗുണ്ടകളുണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് എന്നെ 7 പേരെ കൊന്ന കില്ലർ ജെയ്മി എന്ന് പറയുന്ന ഒരു സഹോദരൻ എറണാകുളത്ത് വെച്ച് ആ ഫീൽഡ് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ മദ്യപാനം, മയക്കുമരുന്ന്, അങ്ങനെ ആ ഒരു മേഖല. കൂടാതെ ഇതെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട്
ഇപ്പോ ഞാൻ ആയിരിക്കുന്ന ഇടം ഇത് 22 ജയിൽ വിമോചിതരായ സഹോദരങ്ങള് ഇവിടെ ജീവന ഉത്തരവാദികളായിട്ടുള്ളവരുണ്ട്. പിന്നെ കളവ് അങ്ങനെ ജയിലിൽ കിടക്കുന്നവരുണ്ട്. പിന്നെ ആരും വേണ്ട, ആരുമില്ല, ആരുടെ ആർക്കും വേണ്ട, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ള കുറച്ച് പേര് റോട്ടിൽ നിന്നൊക്കെ വരും. അങ്ങനെ ഞാൻ സ്വീകരിക്കാറുണ്ട്. അപ്പോ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് 10 മിനിറ്റാണ് തന്നിരിക്കുന്നത്, അല്ലേ ലീന? 15 മിനിറ്റ് എടുക്കാം. ഓക്കെ, സമയം. ഓക്കെ, താങ്ക് യു. ഇനി ഇങ്ങനെ ഈ വൈവിധ്യമുള്ള മേഖലകളിലേക്ക് എന്നെ നടത്തിയത്, കൈപിടിച്ച് നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ കൂത്താട്ടുകുളം പെട്രോൾ പമ്പാണ്. അതായത് 1986 ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി കൂത്താട്ടുകുളം പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് പെട്രോൾ അടിച്ചു കഴിഞ്ഞപ്പോ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു 3 ലൈൻ പാട്ട് എഴുതി തന്നിട്ട് പോയി. പാട്ട് ഞാൻ പറയാം. കരയുന്ന ദൈവത്തെ കണ്ടോ, തെരുവിൽ അലയുന്ന ദൈവത്തെ കണ്ടോ, ഒരുവറ്റ് ചോറിനായി കൈകൂപ്പി നിൽക്കുന്ന വിവശന ദൈവത്തെ കണ്ടോ. പാട്ടത്രേ ഉള്ളൂ. ആ പാട്ട് ഞാൻ ഈ മോട്ടോർ സൈക്കിളിന്റെ ഹാൻഡിലിന്റെ അവിടെ ഇങ്ങനെ വെച്ച് പാടിക്കൊണ്ട് പോവുകയാണ്. എങ്ങോട്ടാ പോയത്? തൊടുപുഴ ഉടുമ്പന്നൂര്. കൃത്യം ഉടുമ്പന്നൂർ കവലയിൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോ മത്തായി എന്ന് പേരുള്ള ഒരു സഹോദരൻ കഴുത്തുമുഖവും പൊട്ടി പച്ച മാംസവുമായി പച്ചക്കിങ്ങനെ കഴുത്ത് മുഴുവൻ ക്യാൻസർ, പുഴു കൊണ്ട് ഞാൻ അന്നേരം അറിഞ്ഞില്ല, റോട്ടിൽ കിടക്കുന്നു. പാടിയ പാട്ട് എന്താ? കരയുന്ന ദൈവത്തെ കണ്ടോ. 2 മണിക്കൂറിന് മുമ്പ് കൂത്താട്ടുകുളം പെട്രോൾ പമ്പിൽ വെച്ച് ഈ പാട്ട് എഴുതി തന്നത് ആരാ? അത് ഇന്നും എനിക്ക് പിടികിട്ടിയില്ല. ഞാൻ തൃശ്ശൂർക്കാണോ പോകുന്നത്, കോട്ടയത്തേക്കാണോ പോകുന്നത്, മൂവാറ്റുപുഴയ്ക്കാണോ എന്ന് അറിയാവോ ആ എഴുതി തന്നവന്? ഞാൻ വിശ്വസിക്കുന്ന അതൊരു ചൈതന്യമാണ് ആ പാട്ട് എഴുതി തന്നത്. അതിൽ നിങ്ങൾ എന്ത് പേര് വേണേലും ഇട്ടോ. ഞാൻ അതിനിട്ട പേര് സ്നേഹം എന്നാണ് പേരിട്ടത്. അപ്പോ ഇവിടെ ഇപ്പൊ എന്നെ കേൾക്കുന്ന നമ്മളെ കൂട്ടിച്ചേർക്കുന്ന ഒരു ചരടുണ്ട്. ആ ചരട് ഏതാ? അത് സ്നേഹമാണ്. അപ്പൊ മനുഷ്യ ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സ്നേഹമെന്ന ആ ഒരു ചരടിൽ നമ്മളൊക്കെ കോർത്ത് പിടിച്ചു കഴിയുമ്പോ ജാതിയുടെയും മതത്തിന്റെയും അതിർത്തി വരമ്പുകൾ അവിടെ ഇല്ലാതാകുകയാണ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ലേ നമ്മുടെ ഇസ്ലാം മക്കൾ രാവിലെ പ്രാർത്ഥിച്ച് ഉണരുന്നത്. നമ്മളെ 5 പ്രാവശ്യം അവർ നിസ്കരിക്കും. ഹിന്ദു മക്കളോ ഓം പൂർണ്ണമതം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 എന്നല്ലേ രാവിലെ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന. അത് ഞാൻ ഇവിടെ കടുത്തിട്ടിയിലായിരുന്നപ്പോ ഇത് കേട്ടാണ് ഉണരുക. ക്രിസ്തീയ പള്ളികളിൽ നിന്ന് കേൾക്കും കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു എന്ന്. അപ്പോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രത്യേകത ഇവിടെ ശംഖുനാദവും വാങ്കുവിളിയും ദേവാലയത്തിലെ പള്ളിമണിയും ഒരുമിച്ച് ശബ്ദിച്ചാലും ആ ശബ്ദം അപശബ്ദമാകാതെ നമ്മളെല്ലാവരെയും കോർത്തിണക്കുന്ന ഒരു കണ്ണിയായി അത് മാറുവാണ്. ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഇപ്പോ മുറുകെ പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു കൂത്താട്ടുകുളം പെട്രോൾ പമ്പിന്റെ കാര്യം. അന്ന് ആ വഴി കിടന്ന മത്തായി ചേട്ടൻ ഞാൻ ഒന്നേ നോക്കിയുള്ളൂ പോയി. തിരിച്ചമ്മ ഒരു പഴയ പുതപ്പ് തന്നു, അതുമായിട്ട് തിരിച്ചു വന്ന് മറിച്ചിട്ടു കൊള്ളാതിരിക്കാൻ. അപ്പൊ 3-4 ചെറുപ്പക്കാർ കൂടി തൊടുപുഴ താലൂക്ക് ആശുപത്രി കൊണ്ടിയെന്ന് ഡോക്ടർ പറഞ്ഞു ഇന്ന് കിടത്തിയിട്ട് പൊക്കും നാളെ കൊണ്ടൊക്കണച്ചു. പുഴുവും മണവും ഉണ്ട്, രോഗികൾ പോണ കണ്ടില്ലേ. അങ്ങനെയാണ് തൊട്ടടുത്ത ദിവസം മൂവാറ്റുപുഴയുള്ള സമൃദ്ധ ഹോമിൽ കൊണ്ടുപോയി കൊടുത്തു. മത്തായി ചേട്ടൻ 4-ാം ദിവസം മരിച്ചു. ഇനി മത്തായി ചേട്ടൻ മരിക്കുന്ന മത്തായി ചേട്ടന്റെ അമ്മയെ കുറിച്ച് ഞാൻ ഒരു കാര്യം കേട്ടത്. വിഷമം തോന്നരുത് മത്തായി ചേട്ടൻ എന്നോട്. അമ്മ മരണം അടുത്തപ്പോ മത്തായി ചേട്ടനോട് പറയുക, മോനെ ഒന്ന് വിളിക്കുവോ, എനിക്ക് അവസാനമായിട്ട് അവന് ഒരു നോക്ക് കാണാം. അന്ന് ഈ മത്തായി ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, ആ തള്ളയ്ക്ക് എന്നെ കാണാൻ ഇത്ര മോഹം. അന്ന് അമ്മ പറഞ്ഞു അവനോട് പറഞ്ഞേരേ അവൻ വഴി കിടന്നേ മരിക്കുള്ളൂ. ഇത് ഞാൻ മത്തായി ചേട്ടനോട് ഒന്നും തോന്നിയിട്ട് പറഞ്ഞതല്ല. അതായത് നമ്മുടെ പ്രായമായ അപ്പനമ്മമാര് അവരിൽ നിന്ന് കേൾക്കുന്ന ചില വാക്കുകൾക്ക് ഭയങ്കര ശക്തിയുണ്ട് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളെ ആരും നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ നിങ്ങളും ഓരോരുത്തരും ഓരോരോ രീതിക്കൂടെ ഓരോ സഹനത്തിൽ കൂടെ കടന്നു പോകുമ്പോ നമുക്ക് ഒന്ന് ഉറപ്പിക്കാം, നമ്മളാരും തെങ്ങിൽ നിന്ന് തേങ്ങ വീണതുപോലെ കത്ത് വീണതല്ല. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കുമ്പോ പച്ചപ്പൂ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. ആൾക്കാരിലോ അല്ലെങ്കിൽ മേശയിലോ പച്ചപ്പൂ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇത് പച്ചയാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിക്കും. എല്ലാവരും പറയുന്നത് പച്ചയാ.
എന്നാൽ ഈ പച്ച വെള്ളവുമായി തൊട്ടിരുന്നില്ലെങ്കിൽ ഈ പൂവിന് എന്ത് പറ്റും? വാടിപ്പോകും. എന്നാൽ പ്ലാസ്റ്റിക്കിന് വെള്ളം വേണ്ട. ഈ എന്നെ കേൾക്കുന്ന ഈ 43 പേരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പച്ചയാണോ പ്ലാസ്റ്റിക് ആണോ? പച്ചയായ നമ്മള് വാടാതിരിക്കണമെങ്കിൽ ആ പാത്രത്തിലെ വെള്ളവുമായിട്ട് തൊട്ടിരിക്കണം ആ പൂ, ഇല്ല വാടും. എന്നാൽ പ്ലാസ്റ്റിക്കിന് എന്ത് വേണ്ട? വെള്ളം വേണ്ട. അപ്പോ നമ്മള് യഥാർത്ഥത്തിൽ ജീവന്റെ ഓർവയുമായി തൊട്ടിരുന്നില്ലെങ്കിൽ വാടും. ഒരു വാക്ക് മതി. നമുക്ക് ജീവനില്ലാത്ത ഒരു വാക്ക് കേട്ടാൽ വാടാനിരിക്കുള്ളൂ. ഈ 43 കണ്ണും മുഖവും ഉടനെ വാടിപ്പോവും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോ എവിടെയാ കേട്? ആപ്പാടെ കേട് ശരീരത്തിന്റെ ഭാഗം. മനുഷ്യ ശരീരം മാത്രമല്ലോ. മനുഷ്യന് ഒരു ഓരോ ബോഡി ഒന്ന് ഓർത്ത് നോക്കിയേ. എന്നതാ? ഈതറിക് ബോഡി, ഇമോഷണൽ ബോഡി, സ്പിരിച്വൽ ബോഡി, മെന്റൽ ബോഡി, ഇങ്ങനെ 4 ബോഡിയുണ്ട്. ഇതില് ഇമോഷണൽ ബോഡി എന്ന് പറയുന്നത് എന്നെ കഴിഞ്ഞ ഒരു പോക്കറ്റ് അടിക്കാരൻ, ഞാൻ അവനോട് വർഷങ്ങൾ ഓടിയത്, അവൻ കള്ളപ്പൂ കൂട്ടിയിട്ട് തെറി പറഞ്ഞു തന്നെ രാത്രി 11 മണിക്കാ. അവനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ നീ എന്നോട് ഇത്രയും വലിയ തെറി ഈ രാത്രിയിൽ ഉറങ്ങി എന്നോട് പറഞ്ഞേ ചോദിച്ചു. അച്ഛാ ഞാൻ കഞ്ചാവായിരുന്നു എന്ന് പറഞ്ഞു. ആ തെറി എന്റെ എവിടെയാ ബാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ബോഡിയെ അല്ല, അതെന്റെ ഇമോഷണൽ ബോഡിയെ ബാധിച്ചു. എന്നിട്ട് അവനെ ഓഫ് ചെയ്ത് വെച്ചു ആ ഫോൺ. പിന്നെ അവൻ വേറെ ബോഡി വിളിച്ചിട്ട് ക്ഷമ പറഞ്ഞു, ഞാനത് വീണ്ടും ഓൺ ആക്കി. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എവിടെ കേട്? ഫിസിക്കൽ ബോഡിക്ക് ചെറിയൊരു കേട്, ചെറിയൊരു തളർച്ച. മനസ്സിനെ തളർത്താനാകുമോ? ഇത് വെച്ചിട്ടാണ് മാണിച്ചൻ മുതുകുളം എവിടെയാ എടൂർ, ഞാൻ പണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അവന്റെ രോഗം എന്തെന്നറിയോ? 38 കൊല്ലം മുമ്പ് ഞാൻ ഈ മാണിച്ചനെ കണ്ടതാണ്. അവന്റെ രോഗം എന്തെന്നറിയോ? ശരീരത്തിലെ എല്ലാ എല്ലും ഉറച്ചുപോയി. നിങ്ങളത് ഭാവന കണ്ടേ? എല്ലാ എല്ലും ഉറച്ചാലുള്ള ഭാവനയിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഈ കൈ ഇതിങ്ങനെ ഉറച്ചുപോയി. മുട്ടുറച്ചു, നടുവുറച്ചു, ഇവിടെ ഉറച്ചു, വല്ലുറച്ചു പോയി, ഇവിടെ ഉറച്ചു പോയി. അവിടെ കിടന്ന് അവൻ എഴുതിയ നാടകങ്ങൾ ഉണ്ടായിരുന്നു. ദൈവം ക്രൂരനാണ്, ദൈവം രക്തദാഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ പേനയുടെ ഇടയ്ക്ക് ഇങ്ങനെ പേന വെച്ചിട്ട് ഈ പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവൻ എഴുതിയ നാടകങ്ങളാണ്. ദൈവം ക്രൂരനാണ്, ദൈവം രക്തദാഹിയാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ മനസ്സിലാക്കി ദൈവം സ്നേഹമാണ്. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, വിധിയെ നിധിയാക്കണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോണ്ട്. വിധിയെ നിധിയാക്കണം, ഇതെന്റെ വിധിയാ എന്നോർത്ത് വേണമെങ്കിൽ നമുക്ക് സ്വയം ശപിച്ച്, മറ്റുള്ളവരെ ശപിച്ച്, വിധിയെ ശപിച്ച്, ഈശ്വരനെ ശപിച്ച് ജീവിതം തള്ളി നീക്കാം. ഇവിടെ വീൽ ചെയറിൽ അല്പം മുമ്പ് മേരി ചന്ദ്രിക ഇവിടെ വന്ന് ഇപ്പൊ ഇറങ്ങിയേ ഉള്ളൂ. ഇന്നൊരു 38 പേര് ഇപ്പൊ ചോറിട്ടോണ്ടിരിക്കുക ഇവിടെ. അതാ ഞാൻ ഇപ്പം തിരക്കായത്. ആ മോളിപ്പോ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളതാണ്, നമ്മുടെ എല്ലാ ഗ്യാതറിങ്ങിലും വരുന്നതാണ്. മേരി എന്ന പേര്, വീൽ ചെയർ ആണ്. ആ മോൾ എന്തിനാ ഇന്ന് ഇവിടെ വന്നത്? ഈ വന്നിരിക്കുന്ന 65 വയസ്സ് കഴിഞ്ഞ 35 പേരെയും ഈ അവസ്ഥയിലായിരിക്കുന്ന ആ കൊച്ചിന്റെ ഒരു വാക്ക് ഈ 65 കഴിഞ്ഞവരോട് ഒന്ന് പറയുമ്പോ അവർക്കത് ജീവനായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്ക് സ്നേഹത്തോടെ പറയാൻ ഒന്നേ ഉള്ളൂ. ഒറ്റ സ്നേഹത്തിന്റെ ചരടിൽ നമുക്ക് മുറുകെ പിടിക്കാം, പരസ്പരം കൈകോർക്കാം. അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും ആ അതിർത്തി വരമ്പുകൾക്കും അപ്പുറത്ത് സ്നേഹമെന്ന ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തില് നിറഞ്ഞു കിട്ടിക്കഴിയുമ്പോ നമ്മുടെ ഈ ദുഃഖങ്ങൾ ഒന്ന് സ്വകാര്യ ദുഃഖങ്ങളല്ല. നമുക്കിവിടെ സ്വകാര്യ ദുഃഖങ്ങളല്ല ഉണ്ടെങ്കിൽ അത് നമ്മൾ പരസ്പരം പങ്കുവെക്കുന്നു. പിന്നെ ഞാൻ സാധാരണ ഇപ്പോഴും ആയിരിക്കുന്ന ഈ ഭവനത്തെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞെടുത്ത്, ഇവിടെ 22 പേരാണുള്ളത്. 3 മതത്തിൽപ്പെട്ട മക്കൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പൊ ഒരുമിച്ച് എല്ലാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുമിച്ച് ജോലി ചെയ്യും, ഒരുമിച്ച് ഉറങ്ങുന്നു. വരുമ്പോൾ ഒരു പൂ കൊടുക്കും, പൂ കൊടുത്തിട്ട് കെട്ടി ഒന്ന് പിടിക്കും. കുറ്റിക്കലച്ചെന്ന അച്ഛൻ മരിച്ചുപോയി, അച്ഛൻ പഠിപ്പിച്ചതാ. പിന്നെ ആ കാലയിൽ ഒരു ചുംബനം കൊടുക്കും. അങ്ങനെയാണ് ആദ്യം ഒരു ജയിൽ പുള്ളി ഇവിടെ വരുമ്പോൾ ഞാൻ സ്വീകരിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടുത്തെ ജാതിയുടെയും മതത്തിന്റെയും അതിർത്തി വരമ്പുകൾ ഒടിഞ്ഞു വീഴും. ഇവിടെ ഞാൻ 4 ദിവസം മുമ്പ് ഒരു അപ്പച്ചനോട് വന്നു, ഒരു കമ്പിപ്പാര വെച്ച് കയറി വന്ന് കൊല്ലൂന്നോർത്ത് തല്ലിയതാച്ചോ, മരിച്ചുപോയി അച്ചോ. പൊൻകുന്നം ജയിലിലായിരുന്നു. അപ്പൊ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ നാട്ടിൽ നിൽക്കാൻ മേല. മൂത്ത മോള് സിസ്റ്ററാണ്, ഏറ്റവും ഇളയ മോള് കന്യാസിയാണ്. മൂത്ത മോള് അമേരിക്കയിലാണ്, ഇളയത് MBBS ഫൈനൽ ഇയറാ. നടുവിലത്തെ മോള് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇന്നലെ ആ കന്യാസ്ത്രീ കൊച്ചും അമ്മയും കൂടെ ഇവിടെ വന്നിട്ട് താമസിച്ച അപ്പച്ചന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിട്ട് പ്രാർത്ഥിച്ചു പോയി. അപ്പൊ ഒരാൾ നമ്മൾ വിളിക്കുന്നതിനെ കൊലയാളി അല്ലേ, കൊലയാളി എന്ന് ഞങ്ങൾ ഇവിടെ വിളിക്കുകയല്ല, ഞങ്ങൾ അവരെ മോനെ എന്നേ വിളിക്കുള്ളൂ.
കാരണം ജീവിതത്തിൽ ആ പാര വെച്ച് തല്ലിയപ്പോ ആ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പാരയ്ക്ക് ഒരു തല്ല് കൊടുത്തു, അത്രേ ഉള്ളു തെറ്റ്. മരിച്ചപ്പോൾ ആളിന്റെ പേര് മാറി, ഇനി കേസുണ്ട്, ചിലപ്പോൾ തൂക്കുകയർ കിട്ടാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള അതുപോലെ കള്ളന്മാരെ പോലെ ആണെന്ന് ലോകം വിളിക്കുന്നവർ ഞങ്ങൾ വിളിക്കുന്നത് മോൻ എന്നാ വിളിക്കുക. അപ്പോ ഇവരിവിടെ പഠിക്കുന്ന പാഠങ്ങൾ ചിലതുണ്ട്. ആ പാഠം ഒന്നിതാണ് ഉൾക്കൊള്ളുക. അവിടെ ഇരുന്നോണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, ഉൾക്കൊള്ളുക. ഇവിടെ ഞാൻ ആദ്യം പഠിപ്പിക്കുന്ന പാഠമാണ് ഉൾക്കൊള്ളുക. പരസ്പരം നമ്മൾ ഇവിടെയുള്ള കണ്ടവരും കൊന്നവരും കള്ളുകുടിയന്മാരും MDMA-ക്കാരും കഞ്ചാവടിക്കുന്നവരും ആയിട്ടുള്ള ഈ മക്കള് ആദ്യം മതത്തിന്റെ ആ വൈവിധ്യവും മറന്നിട്ട് പരസ്പരം ഉൾക്കൊള്ളുക. ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞ ആദ്യത്തെ പാഠം. ഉൾക്കൊള്ളാൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇവർ തമ്മിൽ ഫൈറ്റാ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് പിടിച്ച നിക്കടാന്ന് പറഞ്ഞ് നിക്കലാത്ത ഒറ്റ എണ്ണ ഇന്ന് ഇവിടെ ഇല്ല. അരുത് എന്ന് പറഞ്ഞ് നിക്കലാത്ത ഒരെണ്ണ ഇല്ല. അത്രയും ഒരു ശക്തി നിങ്ങളുടെ മേൽ എനിക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോ ഉണ്ട്. രണ്ടാമത്തെ ഒരു പാഠം ഞാൻ പഠിപ്പിച്ചത് അത് വെച്ചിട്ട് ബൈബിൾ പശ്ചാത്തലത്തിലാണ്. ക്രിസ്തു മരിച്ചു, കൂടെ ഉയർപ്പ് കഴിഞ്ഞപ്പോ കൂടെ നിന്ന് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കേണ്ട പത്രോസ് ഒരു വാക്ക് പറഞ്ഞ മീൻ പിടിക്കാൻ പോകുക. 12 ഒരെണ്ണം ഒറ്റി കൊടുത്ത് പോയി തൂങ്ങിച്ചെത്തു. 11 അതിൽ 8 എണ്ണം മീൻ പിടിക്കാൻ പോയി. ആ പുറകെ ക്രിസ്തു പോവുകയാണ്. മക്കളെ, മീൻ വല്ലതും കിട്ടിയോ? ഇല്ല ഗുരു, വല മാറ്റിയിട്ടേ മീൻ കിട്ടും. കിട്ടി. ഇവിടെ എന്താ ഞാൻ പഠിപ്പിക്കുന്ന പാടെന്നറിയോ? തോറ്റു കൊടുക്കുക. പറഞ്ഞേ, തോറ്റു കൊടുക്കുക. ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ആർക്കും പറ്റാത്ത ഒരു കാര്യമാണ്. നമ്മൾ ആരും തോറ്റു കൊടുക്കുകയില്ല. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കുവോ? ഇപ്പൊ കാണാമല്ലോ, ഗുസ്തിയല്ലേ. കുടുംബത്തിൽ ഭാര്യ ഭർത്താവിന്, ഭർത്താവ് ഭാര്യയ്ക്ക് തോറ്റു കൊടുക്കുവോ? അങ്ങോട്ടും ഇങ്ങോട്ടും. മക്കൾ തോറ്റു തരുവോ? മാതാപിതാക്കൾ തോറ്റു കൊടുക്കുവോ? വൈദികര് തോറ്റു കൊടുക്കുവോ? മെത്രാന്മാര് തോറ്റു കൊടുക്കുവോ? ഇവിടെ ആരും തയ്യാറില്ല, തോറ്റു കൊടുക്കില്ല. രണ്ടാമത്തെ പാഠം തോറ്റു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഉൾക്കൊള്ളാത്ത, നിങ്ങൾ ചിലപ്പോ അവിടെ വന്നപ്പോ ഞാൻ കേട്ടു ഒരു കൊച്ച് ഒരു 1.5 മാസം കഴിയുമ്പോ വീട് മാറണം. എന്ത് പറ്റിയിട്ട്? അത് ഒരാങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്ത ആങ്ങളുടെ വീട്ടിലേക്ക് പോകുവച്ചോ. അവിടെ ഒരു 2 മാസം ആകുമ്പോൾ അടുത്ത ആങ്ങളുടെ വീട്ടിലേക്ക് പോകുവച്ചോ. അതിന്റെ അർത്ഥം എന്താ? മടുത്തു, 2 മാസം ചുമക്കും, പിന്നെ ചുമക്കുകയല്ല. അപ്പോ ഇങ്ങനെയൊക്കെ വീട് മാറി ഒക്കെ പോകുമ്പോ ആ വേദന ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അതുകൊണ്ട് ഈ വേദന ആ ഒരു മോളുടെ മാത്രം വേദനയാണോ? അത് നമ്മുടെ വേദനയാവണ്ടേ? അങ്ങനെ കൈ കോർക്കണ്ടേ? കൈ കോർത്ത് ഞാൻ ഓർക്കാം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ഭവനം നമ്മുടെ സോളമൻ അച്ഛനോട് പറഞ്ഞിട്ട് ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് മാറി സമാധാനത്തോടുകൂടി കുറച്ചു നാള് എല്ലാ സൗകര്യത്തോടും ഫുഡോടും കൂടി താമസിക്കാൻ പറ്റുന്ന ഒരു ഭവനം മക്കളെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ സ്വപ്നം കണ്ടേ. എന്തിനാ? വീട്ടിലെ കഞ്ഞി എന്ന് പറയുന്നത് അതൊക്കെ ഒരു പ്രത്യേക കഞ്ഞിയാണ്. വീട്ടിലെ കഞ്ഞി അവിടെ കണക്കുണ്ട്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്തു തരാൻ പോലും സാധിക്കാത്ത വീട്ടിലെ സ്വന്തം ബന്ധം, രക്തബന്ധം ഒക്കെ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം പറയാം, രക്തബന്ധം തട്ടിപ്പാ. അതിന്റെ അപ്പുറത്താണ് നമ്മളെ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാള് വിഷമമാ, ദുഃഖമാ, ഇന്ന ആവശ്യമാ എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിൽപ്പെട്ടവർ അപ്പൊ തന്നെ കൈ നീട്ടില്ലേ? കുഴപ്പമില്ല, സഹായിക്കാം, എന്തെങ്കിലും ഉള്ളതിൽ നമ്മൾ പങ്കുവെക്കൂല്ലേ? അപ്പൊ അതുകൊണ്ട് രക്തബന്ധത്തിന്റെ അപ്പുറത്തൊരു ബന്ധത്തിൽ നമ്മളെ ചേർത്ത് കൂട്ടിച്ചേർക്കട്ടെ. അപ്പൊ എന്നതൊക്കെ പഠിച്ചത്? ഈ മക്കൾ ഞാൻ പഠിപ്പിച്ച പാഠം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ആദ്യത്തെ പാഠം ഉൾക്കൊള്ളുക. രണ്ടാമത്തെ പാഠം പറ, തോറ്റു കൊടുക്കുക. ഈ 2 എണ്ണം നമ്മുടെ കയ്യിലുണ്ടാവട്ടെ. പിന്നെ നമുക്ക് വിശ്വസിക്കുന്ന ദൈവം അതൊരു സ്നേഹത്തിന്റെ ഒരു ചൈതന്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടെങ്കിൽ അത് പറ്റാതിരിക്കട്ടെ. അതെപ്പോഴും സജീവമായിട്ടിരിക്കട്ടെ. ഞാൻ വണ്ണപ്പുറത്ത് ഒരു മോന്റെ ഭാര്യ ബിന്ദു മരിച്ചടക്കിൽ ചെന്നപ്പോ പൂവൊക്കെ വെച്ച്, പൂവും പഞ്ഞിയൊക്കെ വെച്ച്, പൂവങ്ങനെ ഉടുപ്പൊക്കെ ഇടിച്ച് കിടത്തിയേക്കുക. അന്ന് ഞാൻ ആ ശവത്തിന്റെ ഇടയ്ക്ക് 35 വയസ്സുള്ള ടീച്ചറാ. അന്ന് അവിടെ വെച്ച് ഞാൻ ഇതുപോലെ ഒരു കൊച്ചു കാര്യം ശവം അടക്കാൻ വന്നവരോട് പറഞ്ഞു, ഹൈന്ദവ മക്കളെ, ക്രിസ്ത്യാനി മക്കളെ, ഹിന്ദു മക്കളെ, നമുക്ക് നമ്മുടെ ദൈവത്തെ ഒരു പേരിട്ടൊന്ന് വിളിക്കാവോ? ഞാൻ തന്നെ പേരിട്ടു. അതാ ഞാൻ ആദ്യം പറഞ്ഞ പേര്, സ്നേഹം. എന്നിട്ട് അന്തിചുംബനം കൊടുക്കുന്ന ഒരു പതിവുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ശവമായി കഴിയുമ്പോ അവൻ ഉമ്മ കൊടുത്തു, മോള് കൊടുത്തു, 3 വയസ്സേ ഉള്ളു ഇളയതിന്, മൂത്തത് കൊടുത്തു. തിരിച്ച് ഞാൻ ചെന്നപ്പോ, എടാ ബിജു, നിന്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനീര് കണ്ടില്ലല്ലോടാ. അവന്റെ മറുപടി വേണം കേട്ടോ, മുകളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അച്ചോ.
മുകളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അച്ചോ. 14 ലക്ഷം രൂപ കൊടുത്ത ഈ ടയർ ഒട്ടിക്കുന്നവൻ ആ പെണ്ണിന് രാജഗിരി ആശുപത്രി ട്രീറ്റ് ചെയ്തത്. ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തച്ചോ. അവള് പോയി. അപ്പൊ മുകളിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് അച്ചോ. ഈ 45 പേരോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നമുക്കും എങ്ങോട്ട് കണക്ഷൻ വേണം? മുകളിലേക്ക് ഒരു കണക്ഷൻ വേണം. മുകളിലേക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കല്ലറയുടെ മുകളിൽ എഴുതി വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട്. മടുത്താലും മടുക്കാതെ, തളർന്നാലും തളരാതെ. ഒന്ന് പറഞ്ഞേ. മടുത്താലും മടുക്കാതെ, തളർന്നാലും തളരാതെ. മരിച്ചു കഴിയുമ്പോ എന്റെ കല്ലറ നിങ്ങൾ കാണാൻ വരുവാണെങ്കിൽ അതിന്റെ മുകളിൽ മലയാളത്തിൽ ഇതെഴുതി വെച്ചിട്ടുണ്ടാവും. എന്തുണ്ടാവും? മടുത്താലും മടുക്കാതെ, തളർന്നാലും തളരാതെ. അതെന്ത് അലക്സാണ്ടർ ഇങ്ങനെ പറഞ്ഞെന്നറിയോ? അതാണ് എന്റെ മോട്ടോ. മോട്ടോ ഇല്ലാത്തവന് ഓട്ടോ ഇല്ല. പറഞ്ഞേ, ഓട്ടോ ഇല്ലാത്തവര് ഓട്ടോ ഇല്ല. മിനിഞ്ഞാൽ ചെങ്ങാലൂര് റോഡിലൂടെ നടന്ന ഒരു മാനസിക രോഗിയെ പടിഞ്ഞാറേക്കോട്ടെ 7 മാസം വിട്ടു പുറത്തിറക്കി ഒരു സ്ഥാപനത്തിലാക്കി. അവൻ ചാടിപ്പോന്നു. എന്നിട്ട് മിനിഞ്ഞാന്ന് 2 സഹോദരിമാര് വാർഡ് മെമ്പർമാരും അവനെയും കൂടെ എന്റെ ഈ കുഞ്ഞു കാറെ കയറ്റി 150 കിലോമീറ്റർ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൊണ്ടുപോവുക. അവന്റെ വീല ചാടിപ്പിടുത്തല് സ്റ്റിയറിംഗ് ചാടിപ്പിടുത്തം തുടങ്ങി. ഞാൻ പിന്നെ അവനെ പുറകിലിരുത്തി, ഒരു സഹോദരിയെ പുറകിലിരുത്തി. എന്നിട്ട് അവിടം വരെ മക്കളെ ഒരു മാനസിക രോഗി ഇപ്പൊ ചാടും, എഴുന്നേക്കും, നിൽക്കും. എന്റെ ഓൾട്ടോ കാറാ അവിടെ കൊണ്ട് എത്തിച്ചു പോകുന്നു. എന്തിയേ? വീണ്ടും തിരിച്ചു പോകുന്നു. എന്തിനാ നിങ്ങളോട് ഞാൻ പറഞ്ഞത്? ആരുമില്ല, ആരുടെയല്ല, ആർക്കും ഇല്ലാത്ത, അപ്പനമ്മയില്ലാത്ത, തെരുവിൽ പട്ടിയെ പോലെ വേസ്റ്റ് തിന്ന് കറങ്ങി നടന്ന ആ മോന് ഇന്ന് ആഹാരമുണ്ട്, ഇടമുണ്ട്. അവര് നിത്യമായിട്ട് അവരെ എടുത്ത് നോക്കിക്കോളും. നമുക്കും കൈ കോർത്താൽ ഇതുപോലെയുള്ള മിഷൻ മിനിസ്ട്രി ഇനിയുണ്ട് ഒരു പിടി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഒരു നിമിഷം നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര ചൈതന്യത്തിന് മുമ്പിൽ ഒന്ന് കണ്ണടച്ചിരിക്കാവോ? ഇതുവരെ ജീവിതത്തിൽ വന്നത് സഹിച്ചതും മുറിഞ്ഞതും മുറിവേറ്റതും നൊന്തതും നോവിച്ചതും എല്ലാം മറന്നിട്ട് ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്ത് പുറത്തു വിട്ടേ. കണ്ണടയ്ക്കുക. എല്ലാവരും കണ്ണടച്ച് അവിടെ ഇരിക്കുക. ഇതുവരെ ജീവിതത്തിൽ വന്ന സകല മുറിവുകളും മുറിപ്പാടുകളും വേദനകളും സഹനങ്ങളും മുഴുവൻ മറന്നിട്ട് ഒരു 3 പ്രാവശ്യം ശ്വാസം എടുത്ത് പുറത്തു വിട. വീണ്ടും നാളെയെ കുറിച്ച് ഓർത്തിട്ട് ഒരു കാര്യവുമില്ല. എത്യോപ്യയിലല്ലേ ആ ഭൂമി കുലുക്കി ഈയിടെ കുറെ പേര് പോയില്ലേ? തീവണ്ടിയെ കയറിയ 291 പേര് ടിക്കറ്റ് എടുത്തു, പക്ഷെ ഇറങ്ങേണ്ട വന്നില്ല. എല്ലാ എല്ലും കഷ്ണമായി ചെതറിപ്പോയില്ലേ? അപ്പോ നാളെയെ കുറിച്ച് അധികം ഓർക്കണ്ട. ഈ നീലഭൂമിയിൽ നമ്മളെല്ലാം കൂടി ഇങ്ങനെ വട്ടം കൂടിയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കുലുങ്ങിയാൽ തീരാനേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും തല ചായച്ച് വെക്കണ്ടേ ഈ മണ്ണിൽ എവിടെയെങ്കിലും അലിയാൻ മക്കളെ. അതുകൊണ്ട് നാളെ മറന്നിട്ടൊരു 3 പ്രാവശ്യം ശ്വാസം എടുത്ത് പുറത്തു വിട്. ഒരു കൊച്ചു ജനിക്കുമ്പോ കരയും. ആദ്യത്തെ ശ്വാസം വലിക്കുന്ന വേദനയാ മക്കളെ. അന്ത്യശ്വാസം അന്നേരം ചുറ്റുമുള്ളവരെല്ലാം പൊട്ടിക്കരയും. ആദ്യത്തെ ജനിക്കുമ്പോ എല്ലാവരും ചിരിക്കും, കൊച്ചു മാത്രം കരയും. മരിക്കുമ്പോ മരിക്കുന്ന വ്യക്തി മാത്രം ചിരിക്കും. ഒരുങ്ങിയതാണെങ്കിൽ സന്തോഷമാ മരണം കാണാൻ. ഒരുങ്ങിയവരുടെ ചുറ്റുമുള്ളവർ പൊട്ടിക്കരയും. 2 ശ്വാസത്തിന്റെ ഇടയ്ക്കുള്ള ശ്വാസമാ ഇനിയുള്ളത്. ഈ നിമിഷം അത് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പല സ്ഥലത്തായിരിക്കുന്നെങ്കിൽ ഈ നിമിഷം നമ്മുടെ കയ്യിലുണ്ട്. സ്നേഹപിതാവായ ദൈവമേ, ഏതൊരു സ്നേഹത്താലും അരൂപിയാലും ചൈതന്യത്താലും ഈ മക്കളെ ഞങ്ങളെ സ്വന്തം രക്തബന്ധത്തിനും അപ്പുറത്തൊരു ബന്ധത്തിന്റെ ചരടിൽ കൂട്ടിപ്പിടിച്ചു ചേർത്ത് പിടിച്ചുവോ. ആ സ്നേഹത്തിൽ ഞങ്ങൾ ഒന്നാകട്ടെ. ഒരുമിച്ച് പാടാം. ദൈവ സ്നേഹം വർണ്ണിച്ചിടാം. ഒരുമിച്ച് പാടാം. ജീവിതം പോരാ കഷ്ടപ്പാട് മതിവരോ ദൈവ സ്നേഹം നന്ദി ചൊല്ലി തീർപ്പാനി പോരാ. സ്വന്തമായി ഒന്നുമില്ല
സമ്പത്തിൽ മരണാതെ അന്നിൽ സൗഭാഗ്യം ദൈവസ്നേഹം നന്ദി ഇത്ര പേരെനിക്ക് വായിക്കാൻ പറ്റും. ബാക്കിയുള്ളവരുടെ പേരും കൂടെ കൂട്ടി ബൈ ബൈ. താങ്ക് യു. ഇത്ര നേരം ഞങ്ങളോട് കൂടി ഇരുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം, സ്നേഹം. ഞങ്ങളുടെ എല്ലാവരെയും സ്നേഹം അറിയിക്കുന്നു. അച്ഛന്റെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങൾ ഉണ്ടാകട്ടെ. അച്ഛന്റെ മക്കളോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയട്ടോ. ഒരു ദിവസം നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വാ. നമുക്ക് എല്ലാവരും ഇവിടെ ഒന്ന് കൂടണം കേട്ടോ. വരാട്ടോ. ഒരു ദിവസം ഇന്ന് ഒരാൾ വന്നിട്ടുണ്ട്. താങ്ക് യു. ബൈ. താങ്ക് യു. കഞ്ഞി കുടിച്ചില്ല. ചോറ് തന്നെ ഉണ്ടോ പോയിട്ട്? കഞ്ഞി കുടിക്കണ്ട. ശരി, ഓക്കെ ഓക്കെ. താങ്ക് യു. ഓഫ് ചെയ്തോ. ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അത് വഴി നടത്തുന്നവരുടെ കരുത്തും ഊർജവുമാണ്. കാഴ്ചക്കുറവ് ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് ദർശന ക്ലബിന്റെയും ദർശന സർവീസ് സൊസൈറ്റിയുടെയും സാരഥിയായ സോളമനച്ചൻ കാണിച്ചു തരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും സ്നേഹം തന്നെയാണ് ക്ലബിന്റെ വിജയം. ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പ് CMI അച്ഛനെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കുന്നു. ദർശന സൊസൈറ്റിയുടെ ദർശന ക്ലബിന്റെ 149ാമത്തെ സ്നേഹസംഗമമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതും ദർശന എന്ന ചരടിൽ കോർത്തിണക്കിയ ഒത്തിരിയേറെ മക്കളുടെ വിജയത്തിന്റെ ഒരു ഗാഥയാണ് നമ്മളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ, അലക്സാണ്ടർ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നേറണം, ഒരുമിച്ച് കൂടണം. എങ്കിൽ മാത്രമേ ഈ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. രക്തബന്ധത്തെക്കാൾ അപ്പുറത്താണ് നമ്മുടെ സ്നേഹം എന്നുള്ളതൊക്കെ. ഇന്ന് നമ്മൾ ഈ സ്നേഹസംഗമത്തോടൊപ്പം തന്നെ വിഷു ആഘോഷിക്കുകയും ചെയ്യാണ്. ഞാൻ പണ്ട് മധ്യപ്രദേശിലെ നരസിംഹപൂർ സച്ചിദാനന്ദ ആശ്രമത്തിലായിരുന്നപ്പോൾ ഒരു ശ്ലോകം ചൊല്ലുമായിരുന്നു. അത് ഇത്രമാത്രമാണ്. രാത്രിയിലും അതുപോലെ തന്നെ പ്രഭാതത്തിലും ഞങ്ങൾ ചൊല്ലുമ്പോൾ ഒരു ധ്യാനം തുടങ്ങുന്നതിന് മുമ്പായിട്ടും അവസാനിക്കുമ്പോഴൊക്കെ ചൊല്ലുന്ന ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് ഞങ്ങൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. അതൊരു സർവമത സമ്മേളനത്തിന്റെ ഒരു കേന്ദ്രമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചൊല്ലാനായിട്ട് അവസരം കിട്ടിയത്. അത് റീജൻസി ചെയ്യുന്ന വ്യക്തികൾക്കാണ് അത് അവസരം ലഭിക്കുക ഇതൊക്കെ ചൊല്ലുവാനായിട്ട്. അപ്പോ അതുപോലെ തന്നെ മറ്റുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമായിരുന്നു. അപ്പൊ ഇത്രയും ഒരു സംഭവം ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും, ലോകത്തിൽ മുഴുവൻ എല്ലാവരും ഒരു സ്നേഹത്തിലെ ഒന്നായി തീരണം. അതാണ് ഓരോ ആഘോഷങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇനി വിഷുവിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വാമിജി പറഞ്ഞു തരും. നമുക്കതെല്ലാം കാതോർത്ത് കേൾക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട്, നല്ല കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. സ്നേഹമല്ലാതെ മറ്റൊന്നും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അത് മാത്രമാണല്ലോ, സ്നേഹം കൊടുക്കാനും വാങ്ങാനും. ആ സ്നേഹത്തിൽ നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച 150ാമത്തെ സ്നേഹസംഗമമാണ് നമ്മൾ ആഘോഷിക്കുന്നത്.
ഏറ്റവും കൂടുതൽ വിപുലമായിട്ട് നമുക്ക് തീർക്കുവാനായിട്ട് നമ്മുടെ ജോസേട്ട് ഓൾറെഡി ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ സ്നേഹസംഗമത്തില് 150ാമത്തെ സ്നേഹസംഗമത്തില് നമ്മുടെ ഒരു ആഘോഷമായിട്ട്, സ്നേഹത്തിന്റെ സംഗമത്തിന്റെ ഒരു ആഘോഷമായിട്ട് മാറ്റുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കാം. ഇനിയും തുടർന്ന് ഉള്ള എല്ലാ മീറ്റിങ്ങുകളും ഇതിനേക്കാളും ഊർജ്ജസ്വലമായിട്ട് നമ്മൾ പുതിയ പുതിയ വ്യക്തികളെ കണ്ടെത്തുവാനും അല്ലെങ്കിൽ പുതിയ വ്യക്തികളുടെ നല്ല സ്നേഹോഷ്മളങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുന്നതായിട്ടുള്ള നല്ല വാക്കുകൾ കേൾക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് സ്വപ്നങ്ങൾ മെനയാം, അത് നമുക്ക് കാതോർക്കുകയും ചെയ്യാം. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും ഏവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. അപ്പൊ നമ്മുടെ ശശിയേട്ടൻ പുതുരുത്തിയില്ലേ അവിടെ? ശശിയേട്ടൻ എന്നാ നമ്മള് വിഷു ആഘോഷിക്കാനായിട്ട് ഒരു പാട്ട് പാടിക്കോ. ആയിക്കോട്ടെ. ആദ്യം തന്നെ ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതിന് ആശംസകൾ അറിയിക്കാൻ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കണം. ഓക്കെ, ഞങ്ങളെല്ലാവരും തിരിച്ചും അങ്ങനെ അറിയിക്കുന്നു കേട്ടോ. ഓ ആയിക്കോട്ടെ, സന്തോഷം എല്ലാവർക്കും. അപ്പൊ പാടട്ടെ. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. വാഗച്ചാത്ത് കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണേണം. വാഗച്ചാത്ത് കഴിയുമ്പോൾ വാസനപ്പൂവണിയുമ്പോൾ ഗോപികമാർ കൊതിക്കുന്നോരുടൽ കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. ആഗതിയ മടിയന്റെ അശ്രു വീണു കുതിർന്നോയി ആവിൽ പോതി കൈക്കൊള്ളുവാൻ കണി കാണേണം. ആഗതിയ മടിയന്റെ അശ്രു വീണു കുതിർന്നോരി ആവിൽ പോതി കൈക്കൊള്ളുവാൻ കണി കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. താങ്ക് യു. സൂപ്പറായി, അടിപൊളിയായി കേട്ടോ. കണി കാണും നേരം കമലാനേത്തന്റെ നിറമേറും മഞ്ഞ തുകൽ ചാത്തി കനകാക്കിങ്ങേണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. നരികവാരിയിൽ അരിവിന്ദാഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമാശോഭയും കരുതി കൂപ്പുന്നി അടുത്തു വാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമലാനേത്തന്റെ നിറമേറും മഞ്ഞ തുകൽ ചാത്തി കനകാക്കിങ്ങേണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി.
ബാലസ്ത്രീകളുടെ തുകലും വാരിക്കൊണ്ടരയാലിൽ കൊമ്പത്തിരുന്നൊരു ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചു നീലക്കാർ വർണ്ണ കണി കാൺമാൻ. കണി കാണും നേരം കമല നേർത്തന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാത്തി കനകാകിങ്ങേണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനി. താങ്ക് യു. ഇത്ര പാടാറിയുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മള് ഡ്വാർഫ് വിഭാഗത്തില് ഒരു ബാഡ്മിന്റൺ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഡ്വാർഫായിട്ടുള്ള, അതായത് പൊക്കം കുറഞ്ഞവരുടെ വിഭാഗത്തിലാണ് ബാഡ്മിന്റൺ തുടങ്ങാനായിട്ട്, അതായത് ഷട്ടിൽ ബാറ്റ് കളിക്കുന്ന ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. താല്പര്യമുള്ളവര് നമ്മുടെ സിനി കെ സെബാസ്റ്റ്യനുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്. പൊക്കം കുറഞ്ഞവരുടെ ഒരു ബാഡ്മിന്റൺ ആണ് ഇപ്പൊ നമ്മൾ ആരംഭിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ദർശന കൂട്ടായ്മയിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ദർശന കൂട്ടായ്മയിൽ ചേരണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ബാഡ്മിന്റൺ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കുന്നത്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമുക്ക് ചേർക്കാവുന്നതാണ്. താല്പര്യമുള്ളവര് എത്രയും പെട്ടെന്ന് സിനിയെ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളുടെ നമ്പർ ഇതുവരെയും 60 അടുത്ത ആഴ്ച അത് പോരാ. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് 150 സ്നേഹസംഘമാണ്. അത് അച്ഛൻ പറഞ്ഞ മാതിരി വിപുലമായിട്ട് നടത്താം. അതിനകത്ത് ഒത്തിരി പേരുണ്ടായിക്കോട്ടെ. എന്താണെന്നുള്ളതൊക്കെ ബാസ്കറ്റ്ബോൾ ടീമാണ് അതിന്റെ ഉത്തരവാദികൾ. ബാസ്കറ്റ്ബോളില് അതിന്റെ ബിനു ആന്റണിയാണ് ഇൻചാർജ്, രാജേഷ് മുല്ലശ്ശേരിയാണ്, പിന്നെ പ്രീമയാണ്. 3 പേരോടും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ട് തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, സഹായിക്കണം, സഹകരിക്കണം. ഓക്കെ, താങ്ക് യു. നമ്മള് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓൾറെഡി ഒരു ചെറിയൊരു ധാരണ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മള് ബിഷപ്പും അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ഓഫീസർ അല്ലെങ്കിൽ കോർപ്പറേറ്റിലെ ഒരു മേലുള്ള ആള് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ ഈ സമയത്ത് വിളിക്കാനായിട്ട് സാധ്യമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ളവര് എത്തുന്നില്ല. മറ്റുള്ള ഒരു 4 പേരെങ്കിലും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കാരണം അത്രയും മാത്രം ഒരു നല്ലൊരു ഭംഗിയായിട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് നമ്മുടെ വീൽചെയർ ബാസ്കറ്റ്ബോൾ അവര് നേതൃത്വം വഹിക്കുന്നു ഉണ്ടെങ്കിൽ ഇതെല്ലാവരുടെയും ഒരുമിച്ചാണ്. ഇതില് അതിന്റെ അവതരണവും എല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാം ഒരുമിച്ചാണ്, നമ്മൾ ഒത്തൊരുമിച്ചാണ് നടത്താനായിട്ട് തയ്യാറാകേണ്ടത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ കഥ പറച്ചിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ഇത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂ എന്ന ഒരു യൂണിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 3-4 പേരാണ് മൊത്തത്തില് നമുക്ക് കഥ പറച്ചിലിന് കഥ പറഞ്ഞുകൊണ്ട് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കഥ പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് വരാനായിട്ട് ഈ മാസത്തിൽ വരാനായിട്ട് ഇടയായിട്ടുള്ളത്. ആരെങ്കിലും കഥ പറയാനായിട്ട് 10 വയസ്സിന് താഴെയുള്ള ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ ദർശനത്തിലുള്ളവരാകണമെന്നില്ല, അല്ലാത്തവരും പിന്നെ ഭിന്നശേഷിക്കാർ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഒരു നല്ല മലയാളത്തില് നല്ലൊരു കഥ പറയുകയാണെങ്കിൽ അവർക്ക് സമ്മാനം കാത്തിരിക്കുന്നു. നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. അതിന് നമ്മുടെ ഷിബിനാണ് അതിന്റെ നേതൃത്വം വഹിക്കുന്നത്, നമ്മുടെ പ്രസിഡന്റ്. അപ്പോ പ്രത്യേകമായിട്ട് അത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇനിയായാലും പേരുകൾ കൊടുക്കാവുന്നതാണ്. ഈ മാസത്തെ പ്രോഗ്രാമാണ്. അടുത്ത മാസം നേരത്തെ ജോസേട്ടൻ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ ടോക്ക്, നമുക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളാരും തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രം. തന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ, ഒരു നല്ലൊരു കേന്ദ്ര ബിന്ദു, അതായത് ഒരു ക്യാപ്ഷൻ ഉണ്ടാകണം. ആ ക്യാപ്ഷനിൽ അത് ഡെവലപ്പ് ചെയ്യണം. എന്നിട്ടൊരു നല്ലൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ നിങ്ങളുടെ ഒരു മോട്ടിവേഷൻ ടോക്കാണ് പലരും ഇപ്പൊ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഒത്തിരിയേറെ മക്കൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട്, നമ്മളെ പോലെയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് തയ്യാറായാൽ ഒത്തിരി ഉപകാരം ഉണ്ടാകും. മറ്റുള്ളവർ ഒത്തിരി നന്മയിലേക്ക് വരാനായിട്ട് സാധിക്കും
അപ്പൊ അതിനുള്ള ഒരു അവസരമാണ്. അതൊരു മത്സരമായിട്ടാണ് ചെയ്യുന്നത്. മത്സരമല്ലാതെയും നിങ്ങൾ ചെയ്യേണ്ട വ്യക്തികളാണ്. അപ്പൊ അതൊരു പ്രോത്സാഹനമായിട്ട് ഇന്ന് നിങ്ങളൊരു മത്സരമായിട്ട് നിങ്ങൾ മോട്ടിവേഷൻ ടോക്ക് ഇത് നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം നിങ്ങളെ മുഖ്യാതിഥികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനത്തേക്കൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പറയാനായിട്ടുള്ള ധൈര്യവും ആർജവും നിങ്ങൾക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും തന്നെ തയ്യാറാകുക അതിൽ പങ്കെടുക്കാനായിട്ടൊക്കെ. ഏത് കോമ്പറ്റീഷൻ ആയാലും ആദ്യം നമ്മൾ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് നമ്മൾ വിടും. അപ്പൊ അവിടെ പിന്നെ നമുക്ക് നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ വിലാപവും പല്ലുകടിയായിരുന്നു ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളത് അതിനുവേണ്ടി തയ്യാറാകരുത്. നമ്മൾ തന്നെ മാക്സിമം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട്. നന്ദി പറയാനെത്തിയിരിക്കുന്നത് ശ്രീ റെജി സേവിയറാണ്. ഏറ്റവും സ്നേഹത്തോടെ റെജിയെ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശനിയാഴ്ചകളിലും ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗൂഗിൾ മീറ്റ് വഴി നടത്തപ്പെടുന്ന സ്നേഹസംഗമത്തിന്റെ ഭാഗമായി ഇന്നിവിടെ നടത്തപ്പെട്ട 149ാമത് സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും നന്ദി പറയുന്ന കടമയാണ് എന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമായി ഇന്നത്തെ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനും നല്ലൊരു സന്ദേശം നൽകി അനുഗ്രഹിക്കുന്നതിനുമായി എത്തിച്ചേർന്ന മനുഷ്യ സ്നേഹത്തെ കുറിച്ച് പച്ചയായ ഒരു അവതരണം നടത്തി നമ്മളിൽ എല്ലാ ഹൃദയസ്പർശിയായ ഒരു സന്ദേശം നൽകുകയും ചെയ്ത വളരെ തിരക്കുകൾക്കിടയിലും എത്തിച്ചേർന്ന നമ്മളെ സന്ദേശം നൽകിയ റവറൻഡ് ഫാദർ അലക്സാണ്ടർ വെട്ടുകാട്ടിൽ CMF അച്ഛന് വെട്ടുകാട് അച്ഛന് ഈ സ്നേഹസംഗമത്തിന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി ഈ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷത വഹിക്കുകയും ദർശന ക്ലബ് സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് വർമ്മ CMA അച്ഛനെ ഈ സ്നേഹസംഗമത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ സ്നേഹസംഗമത്തിന്റെ മുഖ്യാതിഥിയായി എത്തിച്ചേരാൻ നല്ല പ്രഭാഷണം കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ ചേരാമെന്നും അറിയിച്ച ശിവാനന്ദ സ്വാമി അവർക്ക് വ്യക്തിപരമായ കാരണങ്ങൾ എത്തിക്കാൻ സാധിച്ചില്ല എങ്കിലും ശിവാനന്ദ സ്വാമികൾക്കും ഈ സംഗമത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞു. അടുത്തതായി സ്നേഹസംഗമത്തിൽ ആശംസ അറിയുന്നതിനായി എത്തിച്ചേരാമെന്ന് വച്ചിരുന്ന മിഷേൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷികര കർഷകൻ, ഫോട്ടോഗ്രാഫർ എന്നീ നിലയിൽ പ്രവർത്തിക്കുന്ന സാറിനും ഈ സംഗമത്തിൽ എത്താൻ സാധിച്ചില്ല എങ്കിലും സാറിന് ഈ സ്നേഹസംഗമത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിന് മനോഹരമായ ആങ്കർ ചെയ്ത കുമാരി ലീന എം നാട്ടികയ്ക്കും പ്രാർത്ഥനാ ഗാനം ആലപിച്ച സജി കാഞ്ചിയാറിനും സ്വാഗതം ആശംസിച്ച കുമാരി റോസ്ലി MDക്കും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ദർശനയുടെ വിവിധ ഗ്രൂപ്പുകളെ കുറിച്ച് വിശദമായി വിവരിക്കുകയും ചെയ്ത ശ്രീ ജോസ് കൊരട്ടെ അവർക്ക് ഈ സ്നേഹസംഗമത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. ദർശന ക്ലബിന്റെ PRO ആയിരിക്കുന്ന USKP ഓട്ടപ്പുറത്തിനും പ്രസിഡന്റ് ആയിരിക്കുന്ന ഷിവിൻ കാരിക്കും സെക്രട്ടറി ആയിരിക്കുന്ന കുമാരി സിനി കെ സബാസ്റ്റിനും അതുപോലെ ദർശനയുടെ വിവിധ സംഘടനകളുടെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവർക്കും ഈ സ്നേഹസംഗമത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. അവസാനമായി സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.